ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് ഹിമ എന്നാണ്. അപ്പോൾ ഷാജി ഷാലോം എന്ന് പറയുന്ന ഒരു പുള്ളിയെ കുറിച്ച് ഉള്ളൊരു ഇതൊക്കെ ഞാൻ കണ്ടായിരുന്നു. ആ. അപ്പൊ എനിക്കൊരു അനുഭവം ഉണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങള് ഫാമിലി പരമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്യൂസിൽ നിൽക്കുകയായിരുന്നു. എൻ്റെ വിവാഹ ജീവിതവും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഡിപ്രഷൻ ലെവലിലോട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുക. ആ. ഭയങ്കര ഡിപ്രഷൻ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിക്കും, ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ. ഒരു കൗൺസിലിംഗ് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഭ്രാന്തമായിട്ടുള്ളൊരു വല്ലാത്തൊരു മെന്റാലിറ്റി ആയിരുന്നു. ഉം. അപ്പൊ ആ ടൈമില് ഒരു ആ ചേച്ചി മുഖാന്തരം ഇത് കണക്ക് ഷാജി ഷാലോം, അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. ഇങ്ങനത്തെ ഒരു വ്യക്തിയുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കും, നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ടില്ല, എൻ്റെ അമ്മയെ പോയിട്ടുള്ളത്. പക്ഷെ ഇത് കണക്ക് ഇവർ മാസത്തില് ഒരു കുടുക്ക തന്നിട്ട് മാസത്തില് ഇവരെല്ലാരും കൂടെ, ഈ പുള്ളിയും പിന്നെ കുറെ ആൾക്കാർ, ഒരു വണ്ടി ആൾക്കാർ നിറച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് ഇത് കണക്ക് പ്രാർത്ഥിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാര്യം നമ്മുടെ കാര്യങ്ങൾ ചോദിക്കുന്നില്ല. എന്താ കാര്യം, എന്താ വിഷയം, എന്താ വിഷമം, അങ്ങനെയൊന്നുമില്ല. ഇവര് ജസ്റ്റ് ഒരു ചടങ്ങ് പോലെ വന്നിട്ട് ഈ കുടുക്ക ഇത് കണക്ക് എണ്ണിയിട്ട് പോകും. ഇത് 1-2 പ്രാവശ്യമായപ്പോഴത്തേക്ക് ഞാനിത് എനിക്കിത് ഇത്ര ഒരു ശരിയായിട്ട് തോന്നിയില്ല. കാര്യം ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിലൊരു മാനസികമായിട്ട് നമുക്കൊരു നമ്മുടെ വിഷമങ്ങൾ കേൾക്കാനും നമുക്കൊരു ആശ്വാസം അത് കിട്ടണം. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് വിഷമത്തിൽ നടക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നൂല. അപ്പോൾ മറ്റൊരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിന് ആശ്വാസവും അതെങ്കിലും വേണം. പക്ഷെ അതൊന്നും അതുകൊണ്ട് ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ പിന്നെ എനിക്ക് മനസ്സിലായി ഇത് ജസ്റ്റ് ഒരു പണപ്പിരിവ് മാത്രമാണ് ഇവരുടെ ഒരു ലക്ഷ്യം എന്നുള്ളത് മനസ്സിലായി. അതോടുകൂടി പിന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞ് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് എൻ്റെ ഒരു അനുഭവം. ഇവര് ഡെയിലി ഓരോ വീടുകളിൽ പോയിട്ട് കണക്ക് പൈസ പിരിവ് ഇതാണ് നടക്കുന്നത്. നമ്മളത് കൂടുതൽ അതിലോട്ട് ഇൻവോൾവ് ആയിട്ടില്ല. ജസ്റ്റ് ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ പിന്നെ ആ ചേച്ചി ഇത് കണക്ക് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡൊന്നും നമുക്ക്, കാര്യം വേറെയുള്ള ആൾക്കാരെ കുറിച്ച് കുറ്റം പറയുക, അങ്ങനെയൊക്കെ ഈ ചേച്ചിനെ നമുക്ക് നേരത്തെ പരിചയമുണ്ട്. ഒരു സഭയിൽ നിന്ന് ഇറങ്ങിയ ഒരു ചേച്ചിയാണ്. ആ സഭയിലുള്ള ആൾക്കാരെ കുറിച്ച് പരദൂഷണം പറയുക, കുറ്റം പറയുക, നമുക്ക് അതിനോടൊന്നും താല്പര്യമില്ല. അപ്പൊ അവരുമായിട്ടുള്ളൊരു കണക്ഷൻ നമ്മള് ഇല്ലാണ്ടായി, കട്ട് ചെയ്തു, നമ്മളായിട്ട് ഒഴിവാക്കി. ഈ ഒരു ഇതും നമ്മളത് ഒഴിവാക്കി. ഒരു പണപ്പിരിവ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ഇമാരുടെ പല പ്രോഡക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു, അത് നിങ്ങളെ മേടിപ്പിക്കാൻ നോക്കിയോ? അമ്മ ഒരു പ്രാവശ്യം 1-2 പ്രാവശ്യം അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ ഇതണക്ക് എന്തോ സാധനങ്ങളൊക്കെ അമ്മ ഒന്ന് മേടിച്ചുകൊണ്ട് വന്നു. എനിക്ക് നല്ല ഉപ്പോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് അതെന്റെ ഒരു ചെറിയൊരു ഓർമ്മ. കാര്യം ഒത്തിരി വർഷമാവും, 5-6 വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യമാണ്. ഇത് സംഭവം ഉണ്ട്, പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ പ്രാർത്ഥിച്ച സംഭവങ്ങൾ നമ്മൾ വീട്ടിൽ ചുറ്റാങ്ങണ്ടേ കല്ലുപ്പൊക്കെ മേടിച്ചിട്ട് വീടിന് ചുറ്റാകെ ഇടുന്നത്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു കാട്ടാക്കടയെന്നാണ് സാറേ. പേരെന്തുവാ? ബീന. സാറിന്റെ ഈ പ്രോഗ്രാം നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാനും ഒരു വിശ്വാസി തന്നെയാണ്. പക്ഷെ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നത് പുറത്തോട്ട് ഇതിനെ കൊണ്ടുവന്നതിൽ വളരെ സന്തോഷമുണ്ട് സാറേ. കുടുക്കഷാജിയുടെ കൂട്ടായ്മ പോയിട്ടുണ്ടോ? അവിടെ ഞങ്ങളെ ഈ കടകട കഴിഞ്ഞ് പന്നിയോട് അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പോകുമ്പോ നമ്മൾ പറയും അവിടെ പോകരുതെന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ എണ്ണ വാങ്ങിക്കാനും തുണി പ്രാർത്ഥിച്ചത് വാങ്ങിക്കാനും. തുണി പ്രാർത്ഥിച്ച് കൊണ്ടുപോയി എന്ത് ചെയ്യാൻ ഇവർക്ക്? എന്തോ അതിനെപ്പറ്റി അറിഞ്ഞൂടെ. അപ്പം ആ ഏരിയയിൽ ഞാനിങ്ങനെ മറ്റേ കയർ ബോർഡിന്റെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ആ ഏരിയ പോയിട്ടുണ്ടായിരുന്നു. ആ ഏരിയയിലുള്ളവര് ഇങ്ങനെ പറഞ്ഞു ബന്ധുക്കോസുകാർ ഭയങ്കര പറ്റിപ്പോരാ. അപ്പൊ ഞാൻ ബന്ധുക്കോസിൽ പോണോണ്ടാണ് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ആ ആരാധന ബന്ധുക്കോസ് അല്ല, എന്തായാലും പിശാചിന്റെ ആരാധനയാണെന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞ് ആ ഏരിയയിൽ അവരുടെ കടയുടെ ഈ പള്ളിയുടെ സൈഡിൽ ഇരിക്കുന്ന ഒരു കടക്കാരടുത്തും ഇവര് സംസാരിക്കാൻ സമ്മതിക്കുകയല്ലോ. അവിടെ ചെന്നൊരു വെള്ളം പോലും വാങ്ങിക്കരുതെന്നാണ് അവരുടെ ഓർഡർ. അത് എന്താ വെച്ചാൽ ഈ ആൾക്കാർ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ എന്തിനാ അവിടെ പോണത്, അവിടെ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കണമല്ലേ ചോദിക്കണത് ഇയാൾ അറിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ച് നിങ്ങൾ പോയിട്ടുണ്ട്? അപ്പോഴും പറഞ്ഞ് അവരിതുവരെ അങ്ങോട്ട് പോയിട്ടില്ല, പക്ഷെ പോയിട്ട് അവരുടെ ഏരിയയിലുള്ള ആൾക്കാർ പോയിട്ട് വന്നിട്ട് ഇതാണ് പറയണമെന്ന് പറഞ്ഞു. അവിടെ നമുക്കൊന്നും പോകാൻ പറ്റിയൊരു സ്ഥലമല്ല അതിനകമെന്നാണ് പറയണത്. അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എന്താ അവിടെ നടക്കണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അവര്
മറ്റേ ഈ ഷാജി എന്ന് പറയുന്ന ആൾ രംഗത്ത് വരികയില്ല പ്രാർത്ഥിക്കാൻ. അവർ അസിസ്റ്റന്റെ കൊടുത്തിട്ട് അവർ ഈ ടോക്കൺ അടിച്ച് വാങ്ങിക്കുകയാണ്. എന്നിട്ട് കമ്പ്യൂട്ടർ അടിച്ചിട്ട് അവർ വിളിക്കുമ്പോൾ അകത്ത് ചെല്ലണം. അവർ ചോദിച്ചിട്ട് അവർ പുറത്തു പോകണം. സ്ത്രീകളാണ് അവിടെ അതിനകത്ത് പോണതെന്നും ഇങ്ങനെ മോശം അനുഭവമാണെന്നാണ് അവർ പറയണത്. അതുകൊണ്ട് ബന്ധക്കോസുകാരെ മൊത്തത്തിൽ ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞ് ബന്ധക്കോസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യല. ഞങ്ങളും ഒക്കെ ബന്ധക്കോസ് ആരാധന പോണവരാണ്. പക്ഷെ അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവങ്ങളൊന്നുമില്ല. നമ്മൾ പൈസ കൊടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. എണ്ണ പ്രാർത്ഥിച്ചാലൊന്നുമില്ല ഞങ്ങൾക്ക്. പിന്നെ എന്തെങ്കിലും അവർക്ക് നമുക്ക് കൊണ്ടേ കൊടുക്കുക, അത്രയും. അങ്ങനെയുള്ള ചെറിയൊരു ആരാധന കൂട്ടായ്മയിലാണ് ഞങ്ങൾ പോണത് എന്ന് പറഞ്ഞു. അവിടെ ഇവരുടെ ഈ പൈസയുടെ കാര്യത്തിൽ ഇയാൾ ഭയങ്കര ഇതാണ്. പൈസ ഇഷ്ടംപോലെ പൈസ ആൾക്കാരുടെ അടുത്ത് നമുക്ക് ഇങ്ങനെ വാങ്ങിക്കണം എന്ന് പറയണം. 100 വെളിച്ചെണ്ണയ്ക്ക് 250 രൂപയെന്നാ പറയണം. 100 ഗ്രാം വെളിച്ചെണ്ണ പ്രാർത്ഥിച്ച് കുപ്പിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണെന്നാണ് അവർ പറയണത്. അപ്പൊ ആ ഒരു ഈ എണ്ണയുടെ കൂടുതലും തുണിയുടെ വലിപ്പമൊക്കെ അനുസരിച്ചാണ് പൈസ. മോശം എന്ന് പറഞ്ഞാൽ അവര് ഈ പ്രാർത്ഥനയെന്നും പറഞ്ഞ് ആളുകളെ കൂട്ടുക, നല്ല സ്ത്രീകളെ അവര് അവിടെ ജോലിയെന്നും പറഞ്ഞ് അവിടെ ആക്കുക, ഇത്തിരി ശബ്ദമൊക്കെ നല്ല ഉള്ളവരെ അവരുടെ ഈ പ്രയറിന്റെ മുന്നിൽ പിടിച്ചു നിർത്തുക, ഇങ്ങനെയൊക്കെയാണ് അവർ പറയണത്. എന്നിട്ട് അവർക്ക് അവരുടെ അതിനകത്ത് വേറെ രീതിയിലൊക്കെ ഉള്ള ഇതൊക്കെയാണ് നടക്കണം എന്നാണ് അവർ പറയണത്. പോയിട്ട് വന്നിട്ട് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയല്ല. അങ്ങനെ പോകാൻ അവർക്ക് ഇഷ്ടമില്ല. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ വന്ന് തന്നെ പുറത്ത് പറയണത്. അപ്പൊ ഇത്രയും വ്യക്തമായിട്ട് ഇങ്ങനെ പുറം ലോകം ഇത് അറിയിച്ചപ്പോൾ സാറിനൊരു ബിഗ് സല്യൂട്ട് തന്നെ തരികയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.